നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാൻസലർ രജിസ്ട്രാർ പോര്. പ്രതിഷേധം ശക്തമാക്കാൻ SFIയും DYFIയും. പ്രതിഷേധം ശക്തമാക്കാൻ SFIയും DYFIയും. കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിനിടെ ഇന്ന് ഗവർണർക്കും VCക്കുമെതിരെ DYFIയുടെയും SFIയുടെയും പ്രതിഷേധം. SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നതിനോടൊപ്പം സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കമുണ്ട്. DYFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസം സർവകലാശാലയിലെ പ്രതിഷേധത്തിനിടെ SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്ക്. അതേസമയം സർവകലാശാലയിലെ ചാൻസലർ രജിസ്ട്രാർ പോര് അതിരൂക്ഷമായി. അവധി ചോദിച്ച രജിസ്ട്രാർ KS അനിൽകുമാറിനോട് സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് എന്തിനാണ് അവധി എന്നായിരുന്നു VC മോഹൻ കുന്നുമലിന്റെ ചോദ്യം. എന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്നായിരുന്നു രജിസ്ട്രാറിന്റെ മറുപടി. അനിൽകുമാർ ഇന്ന് ഓഫീസിലെത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷ. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട. മറയായി ഈന്തപ്പഴം. ആറ്റിങ്ങൽ 1.25 കിലോ MDMA ആണ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസർ ടീമാണ് പ്രതികളെ പിടികൂടിയത്. MDMA കടത്താൻ ശ്രമിച്ച 4 പേരെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. സഞ്ജു, നന്ദു, ഉണ്ണികൃഷ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന 1.25 കിലോ MDMAയും 17 ലിറ്റർ വിദേശമദ്യവും അടങ്ങുന്ന 2 കോടിയിലധികം വില വരുന്ന ലഹരി ശേഖരമാണ് തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസർ സംഘം പിടികൂടിയത്. ഈത്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിൽ ആക്കിയായിരുന്നു ലഹരി ശേഖരം ഒളിപ്പിച്ചു കൊണ്ടുവന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജു അറിയപ്പെടുന്നതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. 2023 കല്ലമ്പലം ഞെക്കാട് വളർത്തുനായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജു. കാനഡയിൽ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. മരിച്ചവരിൽ മലയാളി വിദ്യാർത്ഥിയും ഉൾപ്പെടുന്നു. കൊച്ചി സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മാനിട്ടോബ വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മലയാളി ഉൾപ്പെടെ 2 വിദ്യാർത്ഥികൾ പറത്തിയ വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സാവന്ന മെയ്റോസ് എന്ന 20-കാരിയാണ് കൊല്ലപ്പെട്ട 2ാമത്തെ വിദ്യാർത്ഥി. പരിശീലന പറക്കലിനിടെ ഇരുവരും ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ചെറിയ റൺവേയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയായിരുന്നു അപകടം. ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആലപ്പുഴയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നിത്തല നവോദയ സ്കൂളിലെ ഹോസ്റ്റലിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹാബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആറാട്ടുപുഴ സ്വദേശിനിയാണ്. ഹോസ്റ്റലിന്റെ ശുചിമുറിയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇന്ന് പുലർച്ചെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാന്നാർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പുണ്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ റാഗിംഗ് വിഷയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും മരണകാരണം അതല്ലെന്നാണ് പോലീസ് പറയുന്നത്. സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ ബാധിക്കുന്നു. സർക്കാരിനെതിരെ സമരം തുടങ്ങാൻ സമസ്ത. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സംസ്ഥയുടെ പ്രത്യക്ഷ സമരത്തിന് ഇന്ന് തുടക്കം കുറിക്കും. സംസ്ഥയുടെ പോഷക സംഘടനയായ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MD അബ്ദുള്ള മുസ്ലിയാർ, KT ഹംസ മുസ്ലിയാർ എന്നിവർ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്ന തരത്തിലാണ് സ്കൂൾ സമയക്രമം എന്നാണ് സമസ്ത ആരോപിക്കുന്നത്. മദ്രസ പഠനത്തിന് തടസ്സമാകുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സമസ്ത നൽകിയ പരാതി പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം.